ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ചൂണ്ടപ്പരിപാടി കൊണ്ട് വന്നിരിക്കുന്നത് നമ്മൾ പുന്നക്കാടെന്ന് പറയുന്ന സ്ഥലത്താണ്. അപ്പോൾ അവിടെ ഒരു കുളമുണ്ട്. ആ കുളത്തിനകത്ത് നേരത്തെ മീൻ വളർത്തിക്കൊണ്ടിരുന്ന കുളമാണ്. അപ്പോൾ അത് വെള്ളമെല്ലാം കയറി നശിച്ച് കഴിഞ്ഞപ്പോഴത്തേന് ഇപ്പോൾ അതിനകത്ത് ആരും മീൻ വളർത്തുകയൊന്നും ചെയ്യാറില്ല. അപ്പം അതുകൊണ്ട് തന്നെ ഈ വെള്ളപ്പൊക്കത്തിൽ അതിനകത്ത് വന്ന് മീനൊക്കെ വന്ന് കയറി കഴിഞ്ഞാൽ പിന്നെ തിരിച്ചതിറങ്ങി പോകത്തില്ല. അത് അതിനകത്ത് തന്നെ കാണും ഉറപ്പായിട്ടും. അപ്പം നമ്മുടെ ഒരു കൂട്ടുകാരൻ വിളിച്ചു പറഞ്ഞു, കുറച്ച് നാളായി ഈ വെള്ളം പൊങ്ങിയാൽ പിന്നെ അതിനകത്ത് ആരും മീൻ പിടിക്കാൻ വന്നിട്ടില്ലെന്ന് പറഞ്ഞു. അപ്പം അവിടെ വരുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് മീനെ പിടിക്കാമെന്നും പറഞ്ഞാണ് നമ്മൾ പോകുന്നത്. പിന്നെ നമ്മൾ ചൂണ്ട എടുത്തിട്ടുണ്ട്, കൂടെ നമ്മൾ വലയും കൊണ്ടാണ് പോകുന്നത്. കാരണം ആ കുളത്തിലൊക്കെ വലയിട്ട് പിടിച്ചെങ്കിൽ മാത്രമേ നമുക്ക് മീനെ കിട്ടത്തുള്ളൂ. അത് ചൂണ്ടയിട്ടാൽ കിട്ടത്തില്ല, നമുക്ക് കിട്ടും. ചിലപ്പോൾ നമുക്ക് കൂടി വന്നാൽ 3-4 മീനെ കിട്ടും. മറ്റേത് വലയാകുമ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ ഒന്ന് കോരി എടുത്ത് കഴിഞ്ഞാൽ കൂടി വന്നാൽ 1-2 മണിക്കൂറിനുള്ളിൽ തന്നെ നമുക്ക് ഉള്ള മീനെ മൊത്തം പിടിച്ചുകൊണ്ട് പോകാൻ പറ്റും. അപ്പം നമ്മളിപ്പം വന്നിറങ്ങിയ റോഡിൽ നിന്ന് 1 കിലോമീറ്ററോളം ദൂരമുണ്ട് നമ്മൾ ഈ കുളത്തിലോട്ട് വരാനൊക്കെ. അപ്പോൾ ഇവിടെ എല്ലാം കാട് പിടിച്ച് കിടക്കുവാണ്, പാമ്പ് ശല്യമൊക്കെ ഒത്തിരിയുള്ള സ്ഥലമാണ്. എന്നാലും നമ്മൾ ആ കുളം ലക്ഷ്യമാക്കി നമ്മൾ പോവുക. അപ്പോൾ നമ്മളൊരു തോടിൻ്റെ കരയിൽ കൂടെ ആയിരുന്നു നമ്മൾ പോയത്. ഭയങ്കര ഭീകരത നിറഞ്ഞ ഒന്ന് കാല് തന്നെ ആ തോട്ടിലോട്ടേ പോകത്തുള്ളൂ. അതിനേക്കാളുമാണ് ഈ കാട്ടിൽ കൂടെ ഉള്ള പോക്ക്. ഇത് കണ്ടില്ലേ, ഇപ്പോൾ 1 മണിക്കൂർ, ഇപ്പോൾ ഏകദേശം ഒരു 10-15 മിനിറ്റായിട്ട് ഞങ്ങളിങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം നമ്മളിവിടെ വന്ന് നോക്കിയപ്പം ആ കുളമെല്ലാം തെളിഞ്ഞ് കിടക്കുന്നത്. അപ്പോഴേ നമുക്ക് മനസ്സിലായി ആരോ ഇതിനകത്തുനിന്ന് മീൻ പിടിച്ചിട്ടുണ്ടെന്ന്. എന്നിട്ട് നമ്മളൊരു സംശയത്തിൻ്റെ പേര് നമ്മൾ അടുത്തുള്ള ഒരു ചേട്ടനോട് ചോദിച്ചു. അവിടെ ഇന്ന് താറാവ് കൃഷി നടത്തുന്ന ഒരു ചേട്ടനുണ്ട്. ആ ചേട്ടനോട് ചോദിച്ചപ്പോൾ ചേട്ടൻ പറഞ്ഞു ഇന്നവരാണ് 2 ദിവസം മുമ്പേ വന്ന് 2-3 പേര് വന്ന് കുളത്തിനകത്ത് വലയിട്ട് പിടിച്ചെന്ന് പറഞ്ഞു. അപ്പം പിന്നെ നമ്മളിനിയും വലയും കൊണ്ട് വന്നിട്ട് ഒരു കാര്യമില്ല. അപ്പം ഞങ്ങൾ തൽക്കാലം ചൂണ്ട കയ്യിലുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മളൊരു ചൂണ്ടയെങ്കിലും തൽക്കാലം ഒന്നും ഇടാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമ്മളവിടെ തോടുണ്ട്, അപ്പോൾ തോട്ടിൽ വന്നിട്ടാണ് ഈ ചൂണ്ട ഇടുന്നത്. അപ്പോൾ നമുക്ക് കുറച്ച് മീനെയൊക്കെ കിട്ടിയിട്ടുണ്ട്. എല്ലാം ചെറിയ ചെറിയ മീനാണ്, അതുകൊണ്ട് തന്നെയാണ് നമ്മളതിനൊന്നും കാണിക്കാത്തത്. ഇപ്പം നമുക്ക് ഒരു വലിയൊരു മീനെ കിട്ടിയിട്ടുണ്ട്. അത് വേറൊന്നുമല്ല, നമ്മൾ സ്ഥിരം നമുക്ക് കിട്ടുന്നത് തന്നെ മഞ്ഞക്കൂരി. പക്ഷേ ഇന്ന് നമുക്ക് കിട്ടിയിരിക്കുന്നത് വിരച്ചൂണ്ടയിലാണ് ഇന്ന് നമുക്കതിനെ കിട്ടിയിരിക്കുന്നത്. അപ്പം നമുക്ക് ഇനിയും ഞങ്ങൾ കുറച്ച് നേരം കൂടെ ഇവിടെ നോക്കും. എല്ലാം വേറെ വല്ല കയ്പോ അങ്ങനെ എന്തെങ്കിലും കിട്ടുന്നുണ്ടെങ്കിൽ നമ്മളിവിടെ നിൽക്കും. അതല്ലെന്നുണ്ടെങ്കിൽ നമ്മളിപ്പം തന്നെ പോകും. അപ്പം ഇത് കണ്ടില്ലേ, മഞ്ഞക്കൂരിയെ തന്നെ കിട്ടി. ഇത് നമ്മൾ സാമാന്യം വലിയ മഞ്ഞക്കൂരി തന്നെ കേട്ടോ. നമ്മൾ ഈ ഫോണിനകത്ത് കാണുന്നുണ്ടാണ് നമുക്കിതിനെ ചെറുതായിട്ട് തോന്നുന്നത്. അപ്പം നമ്മൾ ഇനിയും വേറെ വല്ലതിനും കിട്ടുന്നുണ്ടോയെന്ന് നോക്കുവാണ്. അപ്പം കിട്ടുവാണെങ്കിൽ ഈ മഞ്ഞക്കൂരിയെ നമ്മൾ തപ്പി പിടിക്കുന്നതിനോട്ടല്ല കേട്ടോ ചൂണ്ടയെ പിടിക്കുന്നത്. ചൂണ്ടയെ പിടിച്ച് കഴിയുമ്പോൾ അതിൻ്റെ വായിൽ നിന്ന് ചൂണ്ടയെടുക്കാൻ വേണ്ടി നമ്മൾ ശരിക്കും പിടിച്ചില്ലെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അതിൻ്റെ മുള്ള് നമ്മുടെ കയ്യെ തന്നെ കൊള്ളും. കാരണം ഇതിനെ നമ്മൾ പിടിക്കാനായിട്ട് ഇത് കിടന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും കിടന്ന് ചാടും. അപ്പോൾ ചാടുന്ന കൂട്ടത്തിൽ നമ്മുടെ കൈ തെന്നിക്കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ആ മുള്ള് നമ്മുടെ കയ്യെ കൊള്ളും. അപ്പോൾ അതുകൊണ്ട് തന്നെ ചൂണ്ടയിൽ നിന്ന് മീനെ എടുക്കാൻ നേരത്തെ സൂക്ഷിച്ചെടുക്കണം. അപ്പോൾ ഒന്നെങ്കിൽ ചൂണ്ട നമ്മുടെ കയ്യെ കൊള്ളാതെ ശ്രദ്ധിക്കുക. അപ്പോൾ നമുക്ക് കയ്പിനെയൊക്കെ കിട്ടിയിട്ടുണ്ട്, പക്ഷേ അതൊന്നും ഞങ്ങൾ കാണിക്കുന്നില്ല. 3-4 കയ്പിനെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. പക്ഷേ എല്ലാം തീരെ ചെറുതാണ്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ കാണിക്കാത്തത്. വലിയ മീൻ എന്തെങ്കിലും കിട്ടുമായിരുന്നെങ്കിൽ നമ്മൾ കാണിക്കില്ല. ഇപ്പോൾ ഇതേ ഉള്ള ഏകദേശം ഒരു വലിയ മീനെന്ന് പറയാൻ കൊണ്ട്. ഇതിപ്പോൾ ഒന്നും നമ്മൾ കൊണ്ടുപോകുന്നില്ല, ഇതിനെല്ലാം ഇവിടെ തന്നെ വിടുകയാണ് ചെയ്യുന്നത്. കാരണം ഇത് കൊണ്ടുപോയിട്ട് കാര്യമൊന്നുമില്ല. അപ്പം മറ്റൊരു വീഡിയോ കാണുന്നത് വരെ ബായ്.